രാജ്യത്തെ കാക്കുന്ന ഒരു സൈനികന്റെ ഭാര്യനോടാണ് ഈ രാജ്യസ്നേഹം അങ്ങോട്ട് എടുത്തിട്ട് ഒഴുക്കി വിട്ടിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 6ഓളം ആളുകൾ ചേർന്നിട്ട് തോക്കിൻ മുനയിൽ നിർത്തിയിട്ട് കൂട്ടമായിട്ട് രാജ്യസ്നേഹം നടത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. രാജ്യത്തെ കാക്കുന്ന 2 പട്ടാളക്കാരും അവരുടെ സുഹൃത്തുക്കളുമാണ് പോയിട്ടുള്ളത്. അവസാനം ഈ ഒരു മേജർ റാങ്കിലുള്ള ആ പട്ടാളക്കാരന്റെ പെണ്ണിനോട് സംഗി നാറിന്റെ മക്കൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള ചെറ്റത്തരം അയാളെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് ആ പെൺകുട്ടിയുടെ ജീവനും ജീവിതവും ഒക്കെ ഇവന്റെ കൺമുന്നിൽ നശിക്കുന്നത് കാണുന്നതിനെക്കാട്ടിലും വലിയ ക്രൂരത ഒന്നും പാകിസ്ഥാൻ പട്ടാളക്കാരന് ഒരു ഇന്ത്യൻ പട്ടാളക്കാരനോട് ചെയ്യാൻ പറ്റില്ല. അതുപോലുള്ള നാറിയ ക്രൂരതകൾ ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ സംഘപരിവാർ എന്ന് പറയുന്നത്. കേരളത്തിൽ BJP അധികാരത്തിൽ വരണമെന്നും BJP കേരളത്തിൽ അധികാരം വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള മുസ്ലിങ്ങളൊക്കെ ഉരിച്ചങ്ങോട്ട് മുണങ്ങുന്നുള്ളൂ. IPL ഇങ്ങനെ കാണുന്ന ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് പോപ്കോണും തിന്നുകാണ്ട് ഇങ്ങനെ കണ്ട് ആസ്വദിക്കണം എന്നൊക്കെ ദിവാസ്വപ്നം കണ്ടിട്ട് BJPക്ക് ജയിൽ വിളിക്കുന്ന കേരള മിത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന അക്രമികളൊക്കെ സ്വാഭാവികമായിട്ട് സംഖ്യകളാണെങ്കിലും കൂടെ ആക്രമിക്കപ്പെടുന്ന ആളുകളിൽ ഒരൊറ്റ മുസ്ലിമോ ക്രിസ്ത്യാനിയോ മറ്റു മതസ്ഥരായിട്ടുള്ള ഒരൊറ്റ ആളുമില്ല. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. വേലി തന്നെ വിളവ് തിന്നുന്നുള്ളത് നമ്മൾ കേൾക്കുക മാത്രമല്ല BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങൾ കണ്ടറിയും കൂടെ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതേസമയത്ത് വിളവന്മാർ ചേർന്നിട്ട് വേലിനെ തന്നെ തിന്നുന്ന ഒരു കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ? BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡിലെ പട്ടാപ്പകൽ സമയത്ത് സംഘികളെ മുന്നിൽപ്പെട്ടിട്ടുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. എന്തോ ഒരു കേസന്വേഷണത്തിന് പ്രതിനെ തപ്പി ഇറങ്ങിയിട്ടുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥ നേരെ ചെന്ന് പെട്ടത് കുറച്ച് സംഘികളെ മുന്നിലേക്കാണ്. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ആ പോലീസ് ഉദ്യോഗസ്ഥനെ അവിടെ വിട്ട് പിച്ച് ചീന്തി അവരുടെ യൂണിഫോം ഒക്കെ വലിച്ചു പറിച്ച് അവർ കരഞ്ഞ് കൈകൂപ്പി വെറുതെ വിടണമെന്ന് യാചിക്കുകയാണ്. യൂണിഫോമിലുള്ള ഒരു പോലീസുകാരിന്റെ അവസ്ഥ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരായിട്ടുള്ള സ്ത്രീയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കണം. സഹപ്രവർത്തകരായിട്ടുള്ള വനിതാ പോലീസുകാർ ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്ന സമയത്ത് മറ്റുള്ള പോലീസുകാർക്ക് എന്തായിരിക്കും പണി എന്നുള്ളതല്ലേ. ഉത്തർപ്രദേശിലുള്ള ലഖിംപൂർ ജില്ലയിൽ ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചിട്ട് ഒരു പൊതുപ്രവർത്തകനാണ് ആ സ്റ്റേഷനിലുള്ള പോലീസുകാരെല്ലാവരും കൂടി ചേർന്ന് ബലമായി കടന്നു പിടിച്ചിട്ട് വസ്ത്രങ്ങളൊക്കെ വലിച്ചു പറിച്ച് ഈ അതിക്രമം നടത്തുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് വിശുദ്ധ UP തന്നെയുള്ള രാംപൂർ ജില്ലയിൽ ഒരു പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ 6 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിനെ പോലീസ് സ്റ്റേഷന്റെ അകത്ത് വെച്ച് രാജ്യസ്നേഹം ചെയ്യാൻ ശ്രമിച്ചതായിട്ട് ബന്ധപ്പെട്ടാണ്. യുപിന്റെ മഹാത്മ്യം നമ്മൾ എത്ര പറഞ്ഞാലും തീരൂല. കാണിക്കുന്ന വീഡിയോനെക്കാട്ടിലും കാണിക്കാനോ തീരെ പറ്റാത്ത വീഡിയോകൾ പറഞ്ഞു കഴിഞ്ഞാൽ പോലും കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് കിട്ടുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. UP തന്നെയുള്ള ഒരു പോലീസുകാരൻ മദ്യപിച്ച് ലക്ക് കെട്ടി ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിരുന്ന ഒരു പെൺകുട്ടിന്റെ അടുത്ത് രാജ്യസ്നേഹം കാണിക്കുന്നതാണ്. പച്ച പകല് പൊതു സ്ഥലത്ത് വെച്ച് ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ചുകൊണ്ടാണ് പോലീസ് യൂണിഫോമിൽ ഇത്തരത്തിലുള്ള തോന്നിയാസം ചെയ്യുന്നത്. പോലീസുകാരുടെ വിഷയം അവിടെ നിൽക്കട്ടെ, ട്രാഫിക് പോലീസിലേക്ക് വരാം. സംഘികൾ ഭരിക്കുന്ന വിശുദ്ധ സംസ്ഥാനങ്ങളിലുള്ള ട്രാഫിക് പോലീസുകാർ പോലും വേറെ വൈബാണ്. സംഘികളുടെ പാദസ്പർശം കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഡൽഹിയിലുള്ള ഒരു ട്രാഫിക് പോലീസുകാരൻ ഒരു കാറുകാരനോട് കുറച്ചൊരു കൈക്കൂലി ആവശ്യപ്പെട്ടു. കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ തുറന്നിട്ട ഗ്ലാസിൻ്റെ കൂടെ ഉള്ളിലേക്ക് എങ്ങനെയൊക്കെ ഒന്ന് ഒഴിഞ്ഞു കയറിങ്ങാണ്ട് ആ കാറുകാരനെ ഏകദേശം 1/2 മണിക്കൂറോളം ആ കാറിനകത്ത് വെച്ച് മർദ്ദിച്ചു. ആ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഡൽഹിയിൽ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പരിഭാവനമായ ഗുജറാത്തിലുള്ള ട്രാഫിക് പോലീസുകാർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. വൈബക്കൂടെ പോയിട്ടുള്ള ഒരു പെണ്ണുങ്ങളെ സ്കൂട്ടർ തടഞ്ഞു നിർത്തിക്കാണ്ട് ചപ്പക്കുറ്റിക്കിട്ട് പൊട്ടിക്കണ ട്രാഫിക് പോലീസുകാരുടെ വീഡിയോ ആണ് ഈ കാണുന്നത്. അതേസമയത്ത് വിശുദ്ധ UPയിലേക്ക് അങ്ങോട്ട് എത്തുമ്പോൾ കഥ വേറെയാണ്. വിശുദ്ധ UPയിലുള്ള ഒരു പാവം പിടിച്ചൊരു ട്രാഫിക് ഉദ്യോഗസ്ഥൻ വൈബക്കൂടെ പോയ കാറ് ഒന്ന് കൈയാണിച്ച് നിർത്തി. അത് രാജ്യസ്നേഹികളുടെ വണ്ടിയാണെന്ന് തിരിച്ചറിയാൻ ലേശം വൈകിപ്പോയി. പക്ഷെ അപ്പോഴത്തേക്ക് ഈ കാറിന് കുറച്ച് രാജ്യസ്നേഹികൾ ചാടി ഇറങ്ങി ഈ ട്രാഫിക് പോലീസുകാരനെ കുനിച്ചു നിർത്തി ഉമ്മി അടിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. റോഡുമ്മ കൂടെ പോയി കഴിഞ്ഞാൽ സംഘികളെയും ട്രാഫിക് പോലീസുകാരെയും ഒക്കെ മുന്നിൽ പെടുമെന്ന് പേടിച്ചും കാണ്ട് യാത്ര ട്രെയിനിലേക്ക് ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും പെട്ടു. ട്രെയിനിൽ വെച്ച് കാണ്ട് യാത്രക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടീനെ ചെറുതായിട്ടൊന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പിടിക്കപ്പെട്ടിട്ടുള്ള ചെറിയൊരു തെറ്റ് ചെയ്തതിനാണ് ആ പാവപ്പെട്ട റെയിൽവേ പോലീസുകാരൻ കയ്യും കൂപ്പി ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. സംഖ്യകളെ മുന്നപ്പെട്ട പോലീസുകാരെ മുന്നപ്പെട്ട സാധാരണക്കാരെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടേ. എന്തെങ്കിലും ഒരു പരാതിയൊക്കെ ആയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് പേടിച്ചും കാണ്ട് ഒരു വക്കീലിനെയും കൂട്ടി പോയാലുള്ള ഒരു അവസ്ഥയാണ് അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത്. സംഘികളുടെ വിശുദ്ധ രാജസ്ഥാനിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് ഇപ്പോൾ. ജോധ്പൂർ പോലീസ് സ്റ്റേഷനിൽ കൂട്ടപ്രസംഗത്തിന് ഇരയായിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു പരാതി കൊടുത്തു. പ്രതികൾ സംഘികളായതുകൊണ്ട് തന്നെ പോലീസുകാർ ആ കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. കംപ്ലൈന്റ് വീണ്ടും കൊടുക്കാനും വേണ്ടിയിട്ട് കുറച്ച് വക്കീലന്മാർ ആ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ വക്കീലന്മാർ പോയിട്ടും പരാതി എടുക്കാനോ FIR രജിസ്റ്റർ ചെയ്യാനോ തയ്യാറാവാത്തതിനെ തുടർന്നിട്ട് പോലീസിന്റെ കടമനെ കുറിച്ചിട്ടും ഇങ്ങനെയുള്ള പരാതികളിൽ നടപടി എടുക്കാതിരിക്കുന്നത് നിയമപരമായിട്ട് തെറ്റാണെന്നൊക്കെ പോലീസുകാരെ ഓർമ്മിപ്പിച്ചു. അത് പോലീസുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. വനിതാ അഡ്വക്കേറ്റ് അടക്കമുള്ള വക്കീലന്മാർ എന്ത് ചെയ്തു, അവിടെ വെച്ചിട്ട് കയ്യേറ്റം ചെയ്യുകയും ലോക്കപ്പിൽ അടച്ചിടുകയും ചെയ്തു. അവസാനം ആ നാട്ടിലുള്ള മുഴുവൻ വക്കീലന്മാരും വന്നിട്ട് സ്റ്റേഷന്റെ മുന്നിൽ പ്രതിഷേധം നടത്തിയിട്ടാണ് ഈ പാവങ്ങൾ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുപോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. രാജസ്ഥാനിലെ പോലീസ് സ്റ്റേഷനിൽ പോയി കുടുങ്ങിയിട്ടുള്ള വക്കീലന്മാരിന്ന് നമ്മൾ നേരെ പോണത് കോടതിയിൽ പോയിട്ട് വക്കീലന്മാരുടെ ഇടയിൽ കുടുങ്ങി പോയിട്ടുള്ള പോലീസുകാരിലേക്കാണ്. ഈ ഒരു സംഭവം നടക്കുന്നത് സംഘികൾ ഭരിച്ച് വിശുദ്ധ ഭൂമിയാക്കിയിട്ടുള്ള ഒഡീഷയിലുള്ള ബഡ്ഗാവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. എന്തോ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിലേക്ക് എത്തിയിട്ടുള്ള ബഡ്ഗാവ് പോലീസ് സ്റ്റേഷനിലുള്ള SHOനെയും ബാക്കിയുള്ള പോലീസുകാരെയും ഒക്കെ 60ന്റെ മുകളിൽ വരുന്ന വക്കീലന്മാർ കൂട്ടം കൂടി കുമ്മി അടിച്ചിട്ട് ഇഞ്ച ചതക്കുന്ന പോലെ ചതച്ച് നീരെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത്തരം പുണ്യപുരാതന ഭൂമികളിൽ ഒരു കേസുമായിട്ട് സ്റ്റേഷനിൽ പോയിട്ടും കാര്യമില്ല, വക്കീലിന്റെ അടുത്ത് പോയിട്ടും കാര്യമില്ല, കോടതിയിൽ പോയിട്ടും കാര്യമില്ലാത്തൊരു അവസ്ഥയിലാണ്. ജഡ്ജിന്റെ അടുത്ത് നേരിട്ട് പോയിട്ട് നമ്മളെ സങ്കടം പറഞ്ഞാൽ അതിലെങ്കിലും നീതി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോണ സമയത്ത് ഇന്ത്യന്റെ പരമോന്നത കോടതിയായിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജിനെ ചെരുപ്പൂരി എറിഞ്ഞിട്ടുള്ള ഒരു സനാതി വക്കീലിനെ
തിരിച്ച് അതേ ചെരുപ്പ് കൊണ്ട് തന്നെ പരമോന്നത ജഡ്ജി തല്ലിട ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ജഡ്ജിക്ക് പോലും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിൽ കൂടെ നീതി നേടിയെടുക്കാൻ പറ്റുന്നില്ല. തല്ലിയാൽ തിരിച്ച് തല്ലുക എന്നുള്ളൊരു ഓപ്ഷൻ തന്നെയുള്ളൂ ഈ സുപ്രീം കോടതിയിൽ പോലും നിലനിൽക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. സുപ്രീം കോടതിയിലുള്ള ചീഫ് ജസ്റ്റിസിന് പോലും രക്ഷയില്ലാത്ത ഒരു കാലത്ത് നീതിക്ക് വേണ്ടിയിട്ട് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരേ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ. സ്വന്തം ജീവൻ കൊടുത്തു പോലും നമ്മളെ നാടിനെ നമ്മളെയൊക്കെ സംരക്ഷിക്കുന്ന ജവാന്മാരിലാണ്, പട്ടാളക്കാരിലാണ്. അതേ സമയത്ത് സനാതന പുണ്യഭൂമികളിലുള്ള പട്ടാളക്കാരോട് ചെന്ന് പരാതി പറയാന്ന് പറയുന്നത് ഉരുളി ചെന്ന് മദ്ദളത്തോട് പരാതി പറയും പോലാണ്. മേൽപ്പറഞ്ഞ ആൾക്കാരെക്കാട്ടിലും സാധാരണക്കാരെക്കാട്ടിലൊക്കെ എത്രയോ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടെയാണ് ഈ സനാതന ഭൂമികളിലുള്ള പട്ടാളക്കാർ കടന്നു പോകുന്നത്. കാവടി യാത്രക്കാർ ചേർന്ന് കണ്ട് യുപിയിലുള്ള മിർസാപൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ട് ഒരു CRPF ജവാനെ കുട്ടിയെ തല്ലും പോലെ തല്ലിച്ചതക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതേ കാവടി യാത്രക്കാർക്ക് UP പോലീസ് പാദസേവ ചെയ്ത് കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇക്കാലം വരെ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള സൈനികർക്ക് ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ലാതെ തെരുവിലിറങ്ങിയിട്ട് സമരം ചെയ്യേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. സൈനികരാണ് BJP ഭരിക്കുന്ന ബീഹാറിൽ കഞ്ഞിക്ക് വകയില്ലാത്തത് കാരണം തെരുവിലിറങ്ങിയിട്ട് സമരം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഈ താഴെ കാണുന്നത്. രാജ്യം ഭരിക്കുന്ന സൈനികർ എന്നുള്ളതിന്റെ അപ്പുറം അവർ പറയുന്നത് ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്ത ആളുകളാണെന്നുള്ളതാണ്. അതും കൂടെ ഒന്ന് കേട്ടു നോക്കി. BJPക്ക് വോട്ട് ചെയ്തിട്ടുള്ള സൈനികരെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ BJPക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാൻ പോയ കണ്ടംകുട്ടിന്റെയും കോരന്റെയും ഒക്കെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത്. പൊന്നാങ്ങൾ ചത്താലും വേണ്ടില്ല, നാത്തൂന്റെ കണ്ണീര് കണ്ടാൽ മതി എന്നുള്ള ഒരു മനോഭാവം വെച്ചുകാണ്ട് പൊന്നാങ്ങളിനെ അങ്ങോട്ട് തീരുമാനമാക്കി കഴിഞ്ഞാൽ നാത്തൂൻ എന്ത് ചെയ്യും? വേറെ ആരെങ്കിലും കെട്ടിട്ട് ആ വൈക്ക് പോകും. ലാസ്റ്റ് പൊന്നാങ്ങളെ ചത്ത ദുഃഖത്തിൽ നിങ്ങൾ എന്നെ കുത്തിയിട്ട് കരയേണ്ട ഒരു ഗതികേടിലേക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് നാടൻ ഇനം സംഘി കുഞ്ഞുങ്ങളോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ശത്രുക്കളിൽ നിന്ന് രാജ്യത്തിനെ കാക്കുന്ന പട്ടാളക്കാര് മിത്രങ്ങളിൽ നിന്ന് എത്രത്തോളം സുരക്ഷിതമാണെന്ന് തെളിയിക്കുന്ന മറ്റൊരു ഇൻസിഡന്റ് ആണ്. ഇതും BJP ഭരിക്കണ പുണ്യഭൂമിയായിട്ടുള്ള ഒഡീഷ എന്നുള്ള മേജർ റാങ്കിലുള്ള പട്ടാള ഉദ്യോഗസ്ഥൻ ഭാവി വധുവിനെയും കൂട്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. മേജറും ഭാര്യയും കൂടെ ചെന്ന് പെട്ടത് രാജ്യസ്നേഹികളായിട്ടുള്ള സനാതന സംഘികളെ ഇടയിലേക്കായി പോയി. സംഘികൾ ഇവരെ രണ്ടാളെയും കാറ് തറഞ്ഞു നിർത്തി ചോദ്യം ചെയ്യലായി, ഭേദം ചെയ്യലായി. അവസാനം ഈ ഒരു മേജർ റാങ്കിലുള്ള ആ പട്ടാളക്കാരന്റെ പെണ്ണിനോട് സംഘി നാറി നിന്റെ മക്കൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള ചെറ്റത്തിൽ അയാളെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് അവരെ കയറി പിടിക്കുകയും അവരെ വസ്ത്രങ്ങൾ ഊരി മാറ്റിയും പറയുമ്പോൾ പോലും നമുക്ക് അത്രത്തോളം വിഷമം തോന്നുന്ന രീതിയിൽ. കാരണം എന്താ വെച്ചാൽ രാജ്യത്തെ കാക്കുന്ന ഒരു സൈനികന്റെ ഭാര്യനോടാണ് ഈ രാജ്യസ്നേഹം അങ്ങോട്ട് എടുത്തിട്ട് ഒഴുക്കി വിട്ടിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സംഘികളെ സാന്നിധ്യമുള്ള പ്രദേശത്തു കൂടെ ഭാര്യനെയും കൂട്ടി ഒറ്റക്ക് പോയാലേ പ്രശ്നമുള്ളൂ, കൂടെ രണ്ടാൾക്കാരും കൂട്ടി പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതല്ലേ. ഈ ഒരു സംഭവം നടക്കുന്നത് വിശുദ്ധ മധ്യപ്രദേശിലാണ്. 2 ആർമി ഓഫീഷ്യൽസ് സുഹൃത്തുക്കളെയും കൂട്ടിയിട്ട് മധ്യപ്രദേശിലുള്ള ജാംഗേറ്റ് ഒരു ടൂറിസ്റ്റ് സ്ഥലമാണ്. ആ ടൂറിസ്റ്റ് ഏരിയ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള ഇവരിറങ്ങിപ്പെട്ടുള്ളത് ഒരു കൂട്ടം മിത്രങ്ങളെ രാജ്യസ്നേഹികളെ മുന്നിൽ വെച്ചാണ്. രാജ്യസ്നേഹികൾ ആദ്യം തന്നെ എന്ത് ചെയ്തു? ഇവരെ 4 പേരെയും തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി തോക്ക് കാണിച്ച് ഇവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോണും പണവും ഇതെല്ലാം അടിച്ചു മാറ്റി ഇവരെ കൊള്ളയടിച്ചു. അതിനുശേഷം മറ്റു 3 പേരെയും മർദ്ദിച്ച് അവശരാക്കിയിട്ട് കൂടെയുള്ള ഒരു പെൺകുട്ടിനെ 6ഓളം ആളുകൾ ചേർന്നിട്ട് തോക്കിൻ മുനയിൽ നിർത്തിയിട്ട് കൂട്ടമായിട്ട് രാജ്യസ്നേഹം നടത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. രാജ്യത്തെ കാക്കുന്ന 2 പട്ടാളക്കാരും അവരുടെ സുഹൃത്തുക്കളാണ് പോയിട്ടുള്ളത്. ആ പട്ടാളക്കാരെ കൊള്ളയടിച്ചിട്ട് അടിച്ചു വീഴ്ത്തിയിട്ട് അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് തോക്ക് ചൂണ്ടിയിട്ട് അവരുടെ കൂടെയുള്ള പെൺകുട്ടീനെ ഇവര് ക്രൂരമായിട്ട് ഇതാക്കിയിട്ടുള്ളത്. അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന സമയത്ത് പാകിസ്ഥാൻ പട്ടാളക്കാരെന്ന് പോലും ഇത്രത്തോളം ഒരു ഭീഷണി ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. പാകിസ്ഥാനിലുള്ള ശത്രുവായിട്ടുള്ള പട്ടാളക്കാരൻ നേർക്കുനേരെ മുട്ടാൻ വരുമ്പോ അവന്റെ ആക്രമണത്തിൽ നഷ്ടപ്പെടുക അവന്റെ ജീവൻ മാത്രമേ ഉള്ളൂ. അതേ സമയത്ത് ഈ സംഘികളുടെ മുന്നിൽ പോയി പെട്ട് കഴിഞ്ഞാൽ ഇവന് നഷ്ടപ്പെടുന്നത് ഇവന്റെ അഭിമാനം, ഇവന്റെ പൗരുഷം, ഇവന്റെ ജീവിതം. ഇവനെ വിശ്വസിച്ച് ഇറങ്ങിപ്പോകുന്ന ഭാര്യയായി കഴിഞ്ഞാലും പെങ്ങളായി കഴിഞ്ഞാലും സുഹൃത്തായി കഴിഞ്ഞാലും മഹാരായി കഴിഞ്ഞാലും ആ പെൺകുട്ടിയുടെ ജീവനും ജീവിതവും ഒക്കെ ഇവന്റെ കൺമുന്നിൽ നശിക്കുന്നത് കാണുന്നതിനെക്കാട്ടിലും വലിയ ക്രൂരത ഒന്നും പാകിസ്ഥാൻ പട്ടാളക്കാരന് ഒരു ഇന്ത്യൻ പട്ടാളക്കാരനോട് ചെയ്യാൻ പറ്റില്ല. അതുപോലുള്ള നാറിയ ക്രൂരതകൾ ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ സംഘപരിവാർ എന്ന് പറയുന്നത്. BJPന്റെ അണികൾ മാത്രമല്ല നേതാക്കന്മാരും അത്ര മോശമല്ല എന്നുള്ളൊരു വീഡിയോ കൂടെ ഞാൻ കാണിച്ചുതരാം. ഈ സംഭവം നടക്കുന്നതും വിശുദ്ധ UPയിൽ തന്നെയാണ്. UPയിലുള്ള ലക്നൌവിൽ BJP മെട്രോപൊളിറ്റൻ കൺവീനർ ആയിട്ടുള്ള ചേതൻ കൃഷ്ണും BJP മണ്ഡലം പ്രസിഡന്റ് KP സിംഗും ചേർന്നിട്ട് നടു റോട്ടിലിട്ട് പൊതുജന മധ്യത്തിൽ വെച്ച് ഈ കുട്ടിയെ തല്ലുന്നത് പോലെ തല്ലി ചതച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സാധാരണക്കാരനല്ല, ഒരു പട്ടാളക്കാരനാണ്. മിത്രങ്ങൾ കാരണം രാജ്യത്തെ കാക്കുന്ന പട്ടാളക്കാരൻ മുതൽ സുപ്രീം കോടതി ജഡ്ജിക്ക് വരെ രക്ഷയില്ല. രാജ്യത്തെ സാധാരണ സ്ത്രീകൾക്ക് മാത്രമല്ല, രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന പോരാളിയായിട്ടുള്ള ഒരു സൈനികന്റെ ഭാര്യയ്ക്ക് സ്വന്തം ഭർത്താവിനൊപ്പം പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അധികാര സ്ഥാനത്തിരിക്കുന്ന സ്ത്രീകൾക്ക് പോലും പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് വരെ ഭയക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ഈ കൂട്ടം കൂടി നിൽക്കുന്ന സംഖ്യകളുടെ ഇടയിലേക്ക് പോസ്റ്റർ ഒട്ടിക്കുന്ന സംഖ്യയും പെണ്ണുങ്ങളും പോയാലും തന്നെ അവസ്ഥ. ഞാൻ സംഖ്യയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഓല ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ്, ഡിങ്കോൾഫിയാണ്. അതിനിപ്പോൾ പട്ടാളക്കാരുടെ ഭാര്യയാലും വേണ്ടില്ല, പോസ്റ്റർ ഒട്ടിക്കുന്ന സംഖ്യന്റെ ഭാര്യയാലും വേണ്ടില്ല. അവർക്ക് പറ്റിയ ആൾക്കാർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കയറി പിടിക്കും. അന്നേരം കണാകുണാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അഥവാ കഷ്ടകാലത്തിന് ഇവരുടെ മുന്നിൽപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ടു എന്ന് വിചാരിക്കാം. നീതി നേടാൻ വേണ്ടിയിട്ട് ഒരു പരാതിയായിട്ട് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവർ നടത്തിയതിനെക്കാട്ടിലും വലിയ പീഡനമായിരിക്കും ഈ സ്റ്റേഷനുകളിൽ വെച്ച് സംഭവിക്കാൻ പോകുന്നത്. സംഘപരിവാർ ഭരിച്ച് പുണ്യഭൂമിയാക്കിയിട്ടുള്ള ഓരോ സംസ്ഥാനത്തിന്റെ അവസ്ഥ ഇതാണ്. ഈ ഒരു വെറുപ്പിന്റെ തിന്മന്റെ രാഷ്ട്രീയത്തിന് മിനിമം നമ്മളെ കേരളത്തിൽ നിന്നെങ്കിലും അകറ്റി നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഒട്ടിക്കുന്ന സംഖ്യകൾ അടക്കമുള്ള എല്ലാ മലയാളികളും ഒരുപോലെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താണ്. നന്ദി, നമസ്കാരം.